സ്വകാര്യ മേഖലയിലെ തൊഴിലവസര സംവരണം സംബന്ധിച്ച കർണാടക സർക്കാർ ചട്ടം വിവാദമാകുന്നു. സോഫ്റ്റ്വെയർ നിർമ്മാതാക്കളുടെ സംഘടന നാസ്കോം പ്രത്യക്ഷ എതിർപ്പുമായി രംഗത്തെത്തി. സ്വകാര്യ മേഖലയിലെ 50% മാനേജ്മെൻറ്റ് പദവികളിലും കർണാടക സ്വദേശികളെ നിയമിക്കണമെന്നാണ് പുതിയ ഭേദഗതി. നോൺ മാനേജ്മെൻറ്റ് പദവികളിൽ 75% കർണാടക സ്വദേശികളായിരിക്കണം എന്നാണ് പുതിയ നിയമം. വൻതോതിൽ സോഫ്റ്റ്വെയർ കമ്പനികൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി IT വിദഗ്ധരാണ് ഇവിടങ്ങളിൽ പണിയെടുക്കുന്നത്. മാനേജ്മെൻറ്റ് പദവികളിൽ 50%, നോൺ മാനേജ്മെൻറ്റ് പദവികളിൽ 75% കർണാടക സ്വദേശികളെ നിയമിക്കണമെന്നാണ് പുതിയ ചട്ടം. ഈ നിലപാട് രാജ്യത്തിൻ്റെ സോഫ്റ്റ്വെയർ രംഗത്തെ തകർക്കുമെന്ന് നാസ്കോം പറയുന്നു. കർണാടകയുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ 25%ആണ് IT കമ്പനികളുടെ സംഭാവന. പുതിയ നിയമം ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നും സംഘടന പറയുന്നു. നീക്കത്തിൽ നിന്നും അടിയന്തരമായി പിന്തിരിയണമെന്നും നാസ്കോം ആവശ്യപ്പെടുന്നുണ്ട്. തൊഴിലവസരങ്ങളിലെ സംവരണമല്ല, മത്സരിച്ച് വിജയിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് വേണ്ടതെന്ന് മാനവ വിഭവശേഷി വിദഗ്ധരും വിമർശനം ഉന്നയിക്കുന്നു. People, if you want to promote Kanrigas for jobs, spend more money on higher education, train them. Spend more money skill development, spend more money internships, spend more money on apprenticeship programs so they all become skilled. Not like this. What are you trying to achieve by this? Nothing except the thing. And I'm surprised. Chief Minister Siddaramaiah has been Chief Minister earlier. He's been finance. He knows everything. D.K. Shivakumar, Deputy Chief Minister for Bangalore, he's trying to build brand Bangalore and everything. He knows. He's a businessman. യുവാക്കളെ കൂടുതൽ പ്രാദേശികവാദികളാക്കി മാറ്റുന്ന നീക്കമാണ് ബില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ജനം.